ഹലോ, നമുക്കിന്ന് അറബിക് ഡെസേർട്ടായ ഉമ്മലി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കാം. പാല് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്കിന് പകരം നമുക്ക് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സിന്നമൺ പൗഡറും കാർഡമൺ പൗഡറും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പാലിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ട്രേയുടെ സൈസ് അനുസരിച്ച് പാലിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. നമ്മളിതിലേക്ക് ക്രോയിസൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്രോയിസൻ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പാലൊഴിച്ച് കൊടുക്കണം. ക്രോയിസൻ്റ് എടുത്തിട്ടുണ്ട്. ഒരു 4 ക്രോയിസൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ക്രോയിസൻറ്റിന് പകരം ബ്രെഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോയിസൻറ്റ് നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ക്രോയിസൻറ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം പാലൊഴിച്ച് കൊടുക്കാൻ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തിക്ക് ക്രീം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇട്ട് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നട്ട്സ് എടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യം ആൽമണ്ട് ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ബബിളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓവനിൽ മാറ്റാം. മേലെ ഗോൾഡൻ കളറും ആയിട്ടുണ്ടാവും. ഉമ്മലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു.